ഞാൻ എറണാകുളത്ത് നിന്ന് വീട്ടിലേക്ക് പോയ സമയമായിരുന്നു. ഞാനിവിടെ നിന്ന് ഈ ടേണ പോയിന്റ് തിരിഞ്ഞൊരു 100 മീറ്റർ മുമ്പ് ഒരു കുട്ടി സൈക്കിളോട്ടി പോകുന്നതായിട്ട് കണ്ടത്. നിങ്ങളുടെ വാർത്ത പ്രകാരം എൻ്റെ വീട്ടിൽ തന്നെ വിളിച്ചു പറഞ്ഞ ഒരു കുട്ടിയെ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ നിങ്ങളുടെ ഫേസ്ബുക്ക് ചാനലൊക്കെ എല്ലാം ഓപ്പൺ ചെയ്ത് നോക്കി, വാർത്തയൊക്കെ നോക്കി ഇങ്ങോട്ട് തിരിച്ചു വരുന്നു. ഒരു 11 മണിക്ക് ശേഷം ഒരു കുട്ടി ഒരിക്കലും സൈക്കിളോട്ടി ഒറ്റയ്ക്ക് പോകില്ലല്ലോ, അത് സ്കൂൾ യൂണിഫോമിൽ. അപ്പോൾ എനിക്കൊരു സംശയം തോന്നി. അപ്പോഴത്തേക്ക് നിങ്ങൾ അവിടെ നിന്ന് ബൈക്ക് വളച്ചപ്പോഴത്തേക്ക് കുട്ടി ഏകദേശം പാലം കയറിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. എന്നിട്ട് കുട്ടി അവിടെ പോയി ഞാൻ ബൈക്കിൽ നിന്ന് ഇറങ്ങി ഓടിച്ചെന്ന് തടുത്ത് നിർത്തി. ആദ്യം ചോദിച്ചു എവിടെ പഠിക്കാമെന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു ഇളമക്കൽ സ്കൂളിൽ പഠിക്കാമെന്ന് പറഞ്ഞു. എവിടെ പോയി മോളെന്ന് ചോദിച്ചു. പറഞ്ഞു ഞാൻ നായരമ്പലം വരെ പോയിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് അറിയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു മോൾക്ക് അറിയേണ്ട, പേടിക്കേണ്ട, ചേട്ടനുണ്ടെന്നൊക്കെ പറഞ്ഞ് പിടിച്ചിരുത്തി കൂളാക്കി ആളെ അവിടെ കൂളാക്കി ഇരുത്തി. വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് എല്ലാം കോംപ്രമൈസ് ആക്കാൻ പറഞ്ഞ് എല്ലാം റെഡിയാക്കാന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുത്തി. അത് മോളോട് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു. അപ്രകാരം അവർ വന്നു. എന്നിട്ട് ഇവിടുന്ന് ആ സാറന്മാർ ഹാൻഡ് ഓവർ ചെയ്തു ഫാമിലി. അതെ, മൈൻഡിലൊരു അതൊരു കുട്ടി ഈ സമയത്ത് സൈക്കിളോട്ടി പോകുമ്പോൾ പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. അത് തൊട്ടുമ്പോൾ എൻ്റെ അമ്മ കൂടി വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് ഒന്നും കൂടി അത് സ്ട്രൈക്ക് ചെയ്തു. ശരിക്കും നേരെ പോയിക്കണ്ടി തിരിച്ചു വന്നാണ്. ആ കുട്ടി സൈക്കിളോട്ടി ഇങ്ങോട്ട് വരുമ്പോൾ എന്നെ പെട്ടെന്ന് അവിടെ വണ്ടി തിരിച്ചിങ്ങോട്ട് വന്നു. അപ്പോഴത്തേക്ക് പൊട്ടി ഇവിടെ എത്തി. പണ്ട് പുള്ളിക്കാരത്തിനെ ബൈക്കിൽ നിന്ന് ഇറങ്ങി അവിടെ തടച്ചു നിർത്തി സൈക്കിളോടെ പിടിച്ചു വെച്ച് വയ്യ. ആ സന്തോഷമുണ്ട്, അതായത് സന്തോഷമുണ്ട്. അതായത് ആ ഫാമിലി, ആ കുട്ടിയെ കാണാത്ത ആ കാരണന്മാരുടെ വിഷമം, അത് ഭയങ്കര വിഷമമുള്ളത്. അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയത് തന്നെ